ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഫുട്ബോൾ മാച്ച്. ഈ സമുദായം ഫുട്ബോൾ മാച്ച് ആരംഭിച്ചത് 1909. ഇതിൽ പങ്കെടുത്ത റഫറികൾ താഴെ പറയുന്നവരാണ്: മുറിമറ്റം ബാബ, ഇവാനിയോസ് പാമ്പാക്കുട, ഗീവർഗീസ് ദ്വിതീയൻ ദേവലോകം, ഓഗൻ പ്രഥമൻ ദേവലോകം, മാത്യൂസ് പ്രഥമൻ ദേവലോകം, മാത്യൂസ് ദ്വിതീയൻ കൊല്ലം, ഇപ്പോഴത്തെ ബാബ ദേവലോകം. ഇത്രയും വലിയ താമസ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പന്ത് കളിക്ക് ഒരു തീരുമാനവും കൈക്കൊള്ളാതെ ജയിച്ച പാർട്ടിക്കാർ ഫൗൾ ചെയ്തു എന്ന കുറ്റം തലയിൽ ചുമത്തി വീണ്ടും കളി തുടരുകയാണ്. എന്നാൽ മറുപക്ഷം അന്ത്യോക്യ പാത്രികീസ് ബാവായാൽ തിരഞ്ഞെടുത്ത മലങ്കര മെത്രാപ്പോലീത്താമാരും അന്ത്യോക്യ പ്രതിനിധികളും 1970 ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട കാതോലിക്കമാരും റബികൾ ആയിരുന്നു. ഇതിനെല്ലാം കാരണം അനുതാപികളുടെ കണ്ണുനീർ മാത്രമാണ്. പുലിക്കോട്ടിൽ മാർ ദീവന്നാസിയോസിന് ശേഷം തിരഞ്ഞെടുത്ത വട്ടശ്ശേരി തിരുമേനിയാണ് ഈ പന്ത് കളി തുടങ്ങിവെച്ചത്. അവരെ എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതായിരിക്കും. ടേപ്പ്. സ്വർലോകത്തിലിരുന്നരുളും ദേവാ, ഞങ്ങളുടെ ദാതാ, നിന്തിരുനാമം പാവനമായി പെരുമാറപ്പെട്ടിടണമേ. നാഥാ, നിന്നുടെ രാജ്യം വന്നിടണമേ. ഈ ഉലകിൽ തിരുഹിതം ഇതുപോൽ സുരലോകെ. പരീക്ഷയിൽ ഞങ്ങളെ ആക്കരുതേ, ദുഷ്ടനിൽ നിന്നൊഴിവാക്കുക നീ. രാജ്യം, ശക്തി, മഹത്വങ്ങൾ എന്നും നിനക്കുള്ളതാകയാമീൻ. പരിശുദ്ധാത്മാവാം സത്യപരനെ നിനക്ക് സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണുനീരും. അറിയിപ്പ്: കണ്ണൂർ, നാദാപുരം, നീലേശ്വരം, നിലമ്പൂർ, പെരിന്തൽമണ്ണ, കോഴിക്കോട്, അടിവാരം, അഞ്ചേരി ഈ സ്ഥലത്ത് നിന്ന് പാത്രിക വിഭാഗത്തിൻ്റെ 2 ബസ്സുകൾ KLC 3146, KLC 2151 ഉടനെ തന്നെ കോട്ടയം തിരുനക്കര ക്ഷേത്ര മൈതാനത്ത് പാർക്ക് ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. 2 പുതുപ്പള്ളി, അഞ്ചേരി, തോട്ടയ്ക്കാട്, എരമല്ലൂർ, കൊല്ലാട്, വാകത്താനം, ഞാലിയാകുഴിയിൽ നിന്ന് വന്നിട്ടുള്ള ദേവലോകം ഗ്രൂപ്പിൻ്റെ വാഹനങ്ങൾ ബസേലിയോസ് കോളേജിൽ ബസേലിയോസ് മൈതാനിയിൽ പാർക്ക് ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. കച്ചവടക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്: നിലക്കടല, വെള്ളം, പഴങ്ങൾ, സോഡ എന്നിവ വിൽക്കുന്നവർ സ്റ്റേഡിയത്തിന് ബഹളങ്ങൾ ഉണ്ടാക്കാതെ സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ഈ സ്റ്റേഡിയത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി അത്യാഹിത വിഭാഗം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടേഴ്സ്, നഴ്സസ് എന്നിവരും ക്രമീകരിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും താഴെ പറയുന്ന റോഡുകൾ ബ്ലോക്ക് ചെയ്യരുത്: കളക്ട്രേറ്റ് റോഡ്, ശാസ്ത്രി റോഡ്, MC റോഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, KK റോഡ് ഉള്ളി ഓപ്പൺ. സ്റ്റേഡിയത്തിൻ്റെ തെക്ക് ഭാഗത്തായി പാർക്ക് ചെയ്തിരിക്കുന്ന 4 കാറുകൾ എത്രയും വേഗം അവിടെ നിന്ന് മാറ്റുവാൻ കമ്മിറ്റിക്കാർ അപേക്ഷിക്കുന്നു. സ്പെഷ്യൽ പോലീസ്, കേരള പോലീസ്, CRPF എന്നിവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കളിയിൽ ആര് പാസ്സാകുന്നുവോ അവർ വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ മറവിൽ കടകൾ തല്ലിപ്പൊളിക്കുക, ആകാശത്തിലേക്ക് മുളക് പൊടികൾ വാരിയെറിയുക, പബ്ലിക് ബസ്സുകൾ, ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇവ നശിപ്പിക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് ഇരിക്കുന്ന അച്ഛന്മാരും ജനങ്ങളും ബഹളം ഉണ്ടാക്കാതെ സൂക്ഷിക്കണം. അച്ഛന്മാരുടെ ഫുട്ബോൾ കളി. 2008 മെയ് മാസം 26 നടന്ന ആൾ ഇന്ത്യ ഫുട്ബോൾ കളിയിൽ റണ്ണിംഗ് കമൻട്രി പറയുന്നതിന് എനിക്ക് 1ാം സമ്മാനം കിട്ടി. കളിക്കുന്നതെല്ലാം വൈദികരാണ്. പുത്തൻകുരിശ് പാത്രികീസ് സെമിനാരിയും ദേവലോകം സെമിനാരിയും തമ്മിൽ നടന്ന കളിയിൽ റണ്ണിംഗ് കമൻട്രി പറയുന്നതിന് സുപ്രസിദ്ധ കമൻട്രി വീരന്മാരായ നാഗവള്ളിയോ ശ്യാമള ചേച്ചിയോ മെക്കാഡമോ ടെഡ് കോപ്പൽ ഇവരെ ആരെയും കിട്ടില്ല. ഈ റണ്ണിംഗ് കമൻട്രി പറയുന്നതിന്
ന്യൂ കുരിശ് പാത്രികീസ് പള്ളി വികാരി തേയിലപ്പള്ളി അച്ഛനെയാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കമൻട്രി എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. അച്ഛൻ മൈക്ക് എടുത്തു കഴിഞ്ഞു. വളരെ ഭക്തിപൂർവ്വം അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വിശ്വാസികളായ കാണികൾ എല്ലാവരും ഗാലറിയിൽ സീറ്റ് പിടിച്ചു കഴിഞ്ഞു. കളിയിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളായ അച്ഛന്മാരും ഗാലറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവസാനം പുത്തൻകുരിശ് പള്ളി ക്യാപ്റ്റൻ ചാലിലച്ചൻ പന്ത് എടുത്ത് തൻ്റെ സഹകളിക്കാരോട് പന്ത് കളിസ്ഥലത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. കളിസ്ഥലത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. എൻ്റെ പിന്നാലെ വരുന്നവൻ ആരും ഒരു നാളും പരാജയപ്പെടുകയില്ല. അവർ വിജയത്തിൻ്റെ പാതയെ കൈക്കൊള്ളും. കാരണം പരിശുദ്ധ പാത്രികീസിനാൽ കയ്പുള്ളവരാണ്. ചാലിലച്ചൻ തന്നെ പന്തിനെ തൊഴിച്ച് കളി ആരംഭിച്ചു കഴിഞ്ഞ് പന്ത് ഇപ്പോൾ നരിവളയ്ക്കൽ അച്ഛൻ്റെ കയ്യിലാണ്. നരിവളയ്ക്കൽ അച്ഛൻ ആ പന്തിനെ അടിച്ച് പാമ്പുമൂക്കിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പാമ്പുമൂക്കിൽ അച്ഛൻ ഒന്നാം തരം ഒരടി പന്ത് അങ്ങ് അത്യുന്നതങ്ങളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ നിന്ന് ആ പന്ത് മന്ദം താഴോട്ട് വരുന്ന പന്തിനെ തിരിപ്പട്ടം കൂട്ടി എട്ട് ചെയ്തിരിക്കുന്നത് ഫാദർ ഇടയനാൽ അച്ഛൻ. തിരിപ്പട്ടം കൂടി എട്ട് ചെയ്തിരിക്കുന്ന പന്ത് മരുഭൂമിയിൽ മന്ന കിട്ടിയതുപോലെ പുലിക്കോട്ടിൽ ജോസഫ് അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത്രയും നേരം ബോൾ കിട്ടാതെ ഇരുന്ന പുലിക്കോട്ടിൽ കത്തനാർ ആ പന്തുമായി കടക്കുകയാണ്. ബൈബിളിലെ സക്കായിയെ പോലെയുള്ള പുലിക്കോട്ടിൽ പന്തുമായി കയറുന്നത് കണ്ടാൽ വൈദികനായ ഞാൻ പോലും പറയും, രണ്ട് പന്തുകളല്ലേ ഉരുണ്ടു പോകുന്നത്. ഇപ്പോൾ പന്ത് കോനാട്ട് മൽപ്പാൻ്റെ കയ്യിലാണ്. കോനാട്ട് മൽപ്പാൻ ആ പന്ത് പൂച്ചവാലിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പൂച്ചവാലിൽ അച്ഛൻ ആവേശത്തോടു കൂടി കയറിക്കൊണ്ടിരിക്കുകയാണ്. കോനാട്ട് മൽപ്പാൻ ആ പന്ത് ഫൗൾ ചെയ്തിരിക്കുകയാണ്. നീ ദേവലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? നീ ഇങ്ങനെ ഫൗൾ ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു പടക്കുതിരയെപ്പോലെ പട്ടാള സ്ഥലത്ത് പാഞ്ഞു വന്ന ആ പന്ത് പേടത്തുവേലിൽ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. പന്ത് കളി അങ്ങനെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുൻപ് പേടത്തുവേലിൽ അച്ഛൻ ഔട്ടടിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല. ദേവലോകത്തിൻ്റെ നിയുക്ത കാതോലിക്ക പന്തെടുത്ത് ഇട്ടുകൊടുത്തു. പൂർവാധികം ഭംഗിയാട് ഭക്തിയോടെ നടന്ന ആ പന്ത് ദേവലോകം സെമിനാരിയുടെ ഗോൾ നിലയത്തിൽ എത്തിയിരിക്കുകയാണ്. അതാ നരിവളയ്ക്കൽ അച്ഛൻ ആവശ്യത്തോടു കൂടി ചാലിൽ അച്ഛൻ്റെ നരിവളയ്ക്കൽ അച്ഛൻ്റെ ഇടത്തുകാലിന് ഒരു തൊഴി കൊടുത്തിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ഇടതുകാൽ പൊക്കി പിടിച്ചിരിക്കുകയാണ്. കാരണം മനസ്സിലായി കഴിഞ്ഞു. ഇത് ഇടതുകാലിന് തൊഴി കിട്ടിയിരിക്കുന്ന നരിവളയ്ക്കൽ അച്ഛൻ വലതുകാൽ പൊക്കി പിടിച്ചിരിക്കുകയാണ്. ഇടതുകാൽ പൊക്കി പിടിച്ചിരിക്കുന്ന അച്ഛൻ പറയുകയാണ്, എൻ്റെ വലതുകാലിന് തൊഴിച്ചിട്ട് പോകും. ബൈബിളിലെ വാചകം പൂർത്തിയാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവായ്മൊഴി സബലീകരിക്കുകയാണ്. വലതുകരണത്തടിച്ചാൽ ഇടതുകരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന വാചകം ഇവിടെ സബലീകൃതമായിരിക്കും. ഈ സമയത്ത് ഇടയനാൽ ഒരൊറ്റയടി പന്ത് പുത്തൻകുരിശ് ഗോൾ നിലയത്തിൽ എത്തിക്കഴിഞ്ഞു. വീണ്ടും ഭക്തിപൂർവ്വം പന്ത് പുത്തൻകുരിശ് സെമിനാരിയുടെ ഗോൾ നിലയത്തിൽ നിന്ന് പന്ത് ദേവലോകം സെമിനാരി നിലയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്റ്റേഡിയത്തിൽ കണ്ടതിൽ വെച്ച് ഒന്നാം തരം അടി അത് പേടത്തുവേലിൽ അച്ഛനാണ്. ആ പന്ത് അങ്ങ് പറഞ്ഞു ചെല്ലുകയാണ്. പാഞ്ഞു വരുന്ന പന്ത് കണ്ട് രണ്ട് കള്ളന്മാരുടെ നടുക്ക് നിൽക്കുന്ന മിശിഹായെ പോലെ ഗോൾ പോസ്റ്റിൻ്റെ നടുക്ക് നിൽക്കുന്ന ദേവലോകം വികാരി കാക്കനാട്ട് അച്ഛൻ പറയുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഒരു ഗോളായി കഴിഞ്ഞു. ഇത്രയും നേരം ഈ സ്റ്റേഡിയത്തിൽ ഇരുന്ന് പങ്കുകൊണ്ട നമ്മയെല്ലാം കർത്താവ് ആശീർവദിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്ന് നമ്മൾ സക്ഷമനായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. കാണികളെ, നിങ്ങൾക്ക് സമാധാനമായിട്ട് പോകാം. ചാലിലച്ഛൻ പാത്രികീസ് വിഭാഗം, നരിവളയ്ക്കൽ അച്ഛൻ കാതോലിക്ക ഭാവം, പാമ്പുമൂക്കിൽ അച്ഛൻ ഫാദർ കോനാട്ട്, ഫാദർ ഇടയനാൽ കാതോലിക്ക ഭാവം, ഫാദർ പുലിക്കോട്ടിൽ കാതോലിക്ക ഭാവ, പൂച്ചവാലിൽ പാത്രികീസ് അച്ഛൻ, പേടത്തുവേലിൽ അച്ഛൻ പാത്രികീസ് ഭാവം. ഇത്രയും നേരം കണ്ട നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നിട്ടുണ്ട് സദയം എന്നോട് ക്ഷമിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അന്ത്യോക്യ സിംഹാസനം നീണാൾ വാഴട്ടെ. അന്ത്യോക്യ സിംഹാസനം നീണാൾ വാഴട്ടെ. വരഗുണഗണ നിധി വാഴുക ശുഭപൊടു ഭൂമിൽ നിതാന്ത വന്യ ദിവ്യ മഹാമഹിമശ്രീ മോറാൻ മോർ സക്കാരണ്ടാമൻ ബാബ നീണാൾ വാഴട്ടെ, നീണാൾ വാഴട്ടെ, നീണാൾ വാഴട്ടെ.